ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. എല്ലാ നിയമപാലനങ്ങളെയും വെല്ലുവിളിക്കുന്നതാണ് കേമത്വം. വസ്ത്രം ഉടുക്കാണ്ട് നടക്കുന്നതാണ് കേമത്വം എന്നൊരു ധാരണ നമ്മുടെ യുവതികൾക്കിടയ്ക്ക് വിശേഷിച്ച് ജനിപ്പിക്കാനുള്ള ആർട്ടിക്കിൾസും ഫോട്ടോസുമാണ് ഇതിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനൊക്കെ പരിണാമം എന്താ? വസ്ത്രധാരണത്തിൽ നമ്മളൊരാളുടെ വസ്ത്രധാരണത്തിൽ ഒരിക്കലും നമ്മൾ ഇടപെട്ടില്ല. ഓരോ ആൾക്കാർക്കും വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം അവരവന്റെ സ്വാതന്ത്ര്യം. ആര് ഇട്ട് നടന്നാലും ഇടാണ്ട് നടന്നാലും നമ്മൾ അഭിപ്രായം പറയില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം നമ്മളൊരു യാത്രയിൽ, കഴിഞ്ഞ ദിവസം ഈ മാസം തന്നെയാണ്, കഴിഞ്ഞ മാസം ഒരു യാത്രയിൽ തൊട്ട് ചേർന്നിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. അതൊരു 19-20 വയസ്സുണ്ടോ. അപ്പൊ എന്തൊക്കെ കാണിക്കാതിരിക്കാനാണോ വസ്ത്രം ഇടുന്നത് അതൊക്കെ കാണിച്ചുകൊണ്ടാണ് വസ്ത്രം ധരിക്കുന്നത്. എന്തൊക്കെ കാണിക്കണ്ടെന്ന് വെച്ചിട്ടാണ് അതൊക്കെ കാണിക്കുന്നത്. ഞാൻ ആദ്യം കുട്ടിയായിട്ട് ലോഹിയായി, അതിനൊന്നും പറഞ്ഞില്ല, വലിയ ലോഹിയായി. അതിനുശേഷം ഞാൻ ചോദിച്ചല്ല മോളെ, എന്താ മോൾക്ക് തുന്നിക്കൂടെ ഇരുന്നോ, അവിടെ ഒന്ന് തയ്ച്ചിട്ടിട്ടൂടെ ഇരുന്നോ? എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അത് വില കൂടിയ ജീൻസാന്ന് എനിക്കറിയാം. പക്ഷേ എവിടെയൊക്കെ മറയ്ക്കാനാണോ വസ്ത്രം ധരിക്കുന്നത് അവിടെയൊക്കെ കയറലുണ്ട്. അപ്പൊ അവൾ പറഞ്ഞു, അല്ല സ്വാമി ഇത് ഇങ്ങനെ മേടിക്കുന്നതാ, ഇങ്ങനെ മേടിക്കുന്നതാ. കയറിയത് മേടിക്കുക. ആരൊക്കെ ഉപയോഗിച്ച് വിളിച്ച് തന്നതാവും മോളെ, അതൊന്നും ഉപയോഗിക്കാൻ കൊള്ളില്ല. ഞാൻ അറിയാത്ത ആളെ പോലെ വർത്താനം പറയും. എനിക്കറിയാം അസ്വലായിട്ട് ഇത് അങ്ങനെ തന്നെ മേടിക്കുന്നതാണെന്ന്, ഇതിന് വില കൂടുതലാണെന്ന് പറയും. ഇതിന് വില കൂടുതലാണ്. എന്തൊരു മറിമായത്. പണ്ട് നാട്ടില് ഒരു വിഡ്ഢിക്കുട്ടി ഉണ്ടായി. നാട്ടുകാരൊക്കെ വിഡ്ഢി എന്ന് വിളിച്ചിട്ട് അവനും വിചാരിച്ചു ഞാൻ വിഡ്ഢിയാ. അങ്ങനെ അവൻ വിഡ്ഢിയ. അങ്ങനെയാണല്ലോ 10 പേര് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയാവുക. അപ്പൊ അവനെപ്പോഴും ദുഃഖമാണ്. നാട്ടിലെ ആരെയും തനിക്ക് വിശ്വാസമില്ല. ആകെ കൂടെ നാട്ടിലേക്ക് പുറമേന്ന് വരുന്ന ഒരാളുണ്ട്, ദിവസവും വരും. അത് മത്സ്യ കച്ചവടക്കാരൻ. അത് പുറം ഗ്രാമത്തിൽ നിന്ന് അങ്ങോട്ട് വരികയാണ് മത്സ്യം. അപ്പൊ എന്നാ ഇയാളോട് സങ്കടം പറയാം എന്ന് വിചാരിച്ചിട്ട് ഇയാളെ കാത്തു നിന്ന് ഈ കുട്ടി ഇയാളോട് സങ്കടം പറഞ്ഞു. എല്ലാവരും എന്നെ വിഡ്ഢിന്നാ പറയണത്. ഞാൻ വിഡ്ഢിയാണോ? മോൻ വിഡ്ഢിയൊന്നല്ലെന്ന്. ഞാൻ വിഡ്ഢിയാന്നാ എല്ലാവരും പറയണത്. എന്നാ സാരമില്ല, മോനെ ബുദ്ധി ഉണ്ടാവാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. ഒരു അയിലയുടെ തല, അന്നൊരു അയിലയ്ക്ക് 10 പൈസയാവില്ല. ഇന്നിപ്പോ എത്ര രൂപ ഉണ്ടെന്ന് അറിയില്ല, അതിനെ ഉപയോഗിക്കുന്നവർക്ക് അറിയാം. അയിലയ്ക്ക് ഇവിടെ എന്താ പറയുക, അയില തന്നെയല്ലേ പറയുക മത്സ്യത്തിന്, അല്ല? അയില എന്നുള്ള മത്സ്യം 10 പൈസ അതിന്റെ തലയ്ക്ക് വില. അന്ന് അയിലയുടെ വില 10 പൈസയാണ്. ഒരു അയിലയ്ക്ക് മൊത്തം 10 പൈസ. ഇയാൾ പറഞ്ഞു തലയ്ക്ക് 10 പൈസ എന്നാ ഞാൻ തരാം. കുട്ടിക്ക് സന്തോഷമായി. ഇയാള് ഒരു തല മുറിച്ചിട്ട് ഈ കുട്ടിക്ക് കൊടുക്കും. 10 പൈസയും കൊടുക്കും. നോക്കണേ, മൊത്തം അയിലേന്റെ വില 10 പൈസയാ. അങ്ങനെ 6 മാസം കുട്ടി കഴിച്ചു. ദിവസം കഴിക്കണം, ഇതില്ലാതെ. 6 മാസം കഴിച്ചപ്പോൾ ഒരു ദിവസം കുട്ടി ആലോചിച്ചു, എടാ ഇയാൾ ഇത്രയും കാലം എന്നെ പറ്റിക്കല്ലേ. കാരണം ഒരു അയിലയ്ക്ക് 10 പൈസയേ ഉള്ളൂ. ഇതിന്റെ ആരും കഴിക്കാതെ ഉപേക്ഷിക്കുന്ന തല മാത്രം എൻ്റെ അടുത്ത് 10 പൈസ മേടിച്ചിട്ടാണ് അയാൾ വിറ്റുകൊണ്ടിരുന്നത്. ന്യായം ചോദിച്ചിട്ടാണ് കാര്യം. എന്താ നിങ്ങൾ ഇത്ര കാലമായിട്ട് ഇങ്ങനെ? മതി, ഇനി നീ കഴിക്കണ്ട. ഇപ്പൊ നല്ല ബുദ്ധിയായി, ഇനി കഴിക്കേണ്ട ആവശ്യമില്ല. കഴിച്ചതിന്റെ പ്രയോജനമായി. പക്ഷെ 6 മാസം വേണ്ടി വന്നു. നോക്കണേ, സാധാരണ ജീൻസ് അത് കീറിയിട്ട് വിൽക്കുന്നതിന് വില കൂടുതൽ. എന്താ നോക്കട്ടെ, ഇതെന്താണ്? ഇത് ആസൂത്രിതമായിട്ടുള്ള. ഞങ്ങളൊക്കെ ഇതിൽ പലരും, എല്ലാവരും പറയുന്നില്ല, ചെറുപ്പക്കാരുണ്ട്. കുറച്ച് ഒരു പകുതി പ്രായത്തിന് മുകളിലുള്ളവർ. ഇപ്പൊ പകുതി പ്രായം ഏതാന്ന് ചോദിക്കുന്നില്ലേ? എന്നാലും ശതായുർവൈ പുരുഷ എന്നെടുത്ത് 50-ന് മുകളിലുള്ളവർ. ബാക്കി അവിടെ നിൽക്കട്ടെ. ചെറുപ്പകാലത്ത് നമ്മൾ പാവകളെ കൊണ്ട് കളിച്ചിരുന്നു, അല്ലേ? പാവ എങ്ങനെയായിരുന്നു പാവ? പെൺകുട്ടിയാണെങ്കിൽ ഫ്രോക്കൊക്കെ ഇട്ട് നല്ലൊരു മോള്. അതെ,
ഫുൾ ഉണ്ടാവും, പാവാട ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള മോളായിരുന്നു പാവ. അല്ലെങ്കിൽ ആൺകുട്ടികൾ കാണിച്ചാൽ നിക്കറും ഒക്കെ ഉണ്ടാവും. കാലം മാറിയപ്പോൾ ആൺകുട്ടികൾ പാവ അങ്ങനെ തന്നെയാണ്. പെൺകുട്ടി ഉൾപ്പെടാത്ത പാവകളാണ്. ചെറിയ ചില ഭാഗത്ത് മാത്രം പത്രം ധരിച്ചിട്ടുള്ള പാവകളാണ്. ശ്രദ്ധിച്ചു നോക്കൂ. അല്ലേ, ഒരു വീട്ടില് മകന് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്ന അച്ഛനും അമ്മയും ഫുൾ സ്ലീവ്സും പാൻസും ഒക്കെ വാങ്ങിക്കൊടുക്കും. പെൺകുട്ടി എത്രയുള്ള പുറക്കും വാങ്ങിക്കും. അത് അവരുടെ ഇഷ്ടമാണ്. നമ്മളെ കൈകടത്തുന്ന ആൺകുട്ടിക്ക് അങ്ങനെ വാങ്ങി കൊടുക്കാം. അല്ല, ആൺകുട്ടിക്ക് ഫുൾ സ്ലീവ്സും ഫുൾ പാൻസും ആണെങ്കിൽ പെൺകുട്ടിക്ക് അങ്ങനെ വാങ്ങി കൊടുക്കുക. ഒരു തരം ഉപഭോഗ വസ്തുവാണ് സ്ത്രീ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വസ്ത്രവിധാനങ്ങൾ ശീലിപ്പിച്ചു. പുരുഷന്റെ ഉപഭോഗ വസ്തുവാണ് സ്ത്രീ. പ്രദർശനപര എക്സിബിഷനിസം ഒരു തരത്തിൽ വരുത്തുന്ന തരം വസ്ത്രങ്ങൾ അച്ഛനമ്മയെ ശീലിപ്പിച്ചു. മാർക്കറ്റിൽ അതാണ്. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ ഇത് അകസ്മാത് സംഭവിച്ചതല്ല. ഇതിന്റെയൊക്കെ പരിണാമമായിട്ടാണ് ഇന്നത്തെ ഒരു അരക്ഷിതമായ അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ഇത് ഈ ഘടകം മാത്രമൊന്നുമല്ല. വസ്ത്രം, വ്യവഹാരങ്ങൾ, ധാർമ്മിക മൂല്യങ്ങളോടുള്ള പ്രതിപത്തി, ഭക്ഷണം. ഇന്നത്തെ ഭക്ഷണം നോക്കൂ. അറേബ്യൻ ഭക്ഷണം മോശമാണെന്ന് ഞാൻ പറയില്ല, നല്ലതാ. ഇവിടെയല്ല.